മോളവിടെ കിടന്ന് എന്തോരം വേദന സഹിച്ചിട്ടുണ്ടാവും. ഒന്നെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകായിരുന്നില്ല. അയാൾ ഒന്നെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നെങ്കിൽ ഞങ്ങൾക്ക് അയാളോട് ഇത്രയും ദേഷ്യം ഞങ്ങൾക്ക് ഉണ്ടാവില്ല. എൻ്റെ മോൻ പറഞ്ഞ പോലെ തന്നെ അമ്മേ അയാളൊന്ന് ഹോസ്പിറ്റലിൽ, എൻ്റെ ചേച്ചിനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ക്ഷമ പോലും അയാൾക്ക് കൊടുക്കാം. പക്ഷെ ഇതുപോലും ചെയ്യാതെ ഡോക്ടറല്ലേ, ജീവൻ കൊടുക്കേണ്ടതല്ലേ, എന്നിട്ടല്ലേ അതിനവിടെ ഇട്ടിട്ട് പോയത്. എന്തോ അത് അതിൻ്റെ കയ്യിൽ അതിന് ഏറ്റവും ഇഷ്ടമുള്ള കപ്പലണ്ടി മിഠായി വാങ്ങിക്കാൻ വേണ്ടി, അതിന് വലിയ വലിയ ആഗ്രഹമൊന്നുമില്ല, കുഞ്ഞാഗ്രഹം, അതുപോലും അതിന് കഴിക്കാൻ പറ്റിയില്ല. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയത് അവിടെ. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, പാവം കൊച്ചെന്ന് വെച്ചാൽ പഞ്ചപാവം കൊച്ചാ. നമ്മളൊന്നിനും ബുദ്ധിമുട്ടിക്കൂല. കുഞ്ഞനായാലും പപ്പനായാലും എന്നെ ആയാലും ഡോ കുഞ്ഞനായാലും കുഞ്ഞൻ്റെ മുടി വളർത്തിയേക്കണ്ട. ഞാൻ ചീത്ത പറയുമ്പോൾ, മുടി വെട്ടാൻ പറയുമ്പോൾ വെട്ടണ്ട ചേച്ചി പറയണ പോലെ വെട്ടണ്ട കുഞ്ഞാ അങ്ങനെ കുഞ്ഞനെയും കൊണ്ട് നടക്കണത്. പഞ്ചപാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചപാവം കൊച്ചാ. അതിൻ്റെ ചില സമയത്ത് അതിൻ്റെ ഫീസും ബുക്കിൻ്റെ ഫീസൊക്കെ അതന്നെ അടച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പറയണം, അമ്മ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അമ്മേ. ചെറിയ എന്ന് വെച്ചാൽ നമ്മളൊന്നും ബുദ്ധിമുട്ടിക്കില്ല. ഒരു ഡ്രസ്സ് വേണമെങ്കിൽ ആളൊരു മീഷോയിൽ ഒരു 350 രൂപയുടെ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് നമ്മളെ വിളിക്കും, എന്തോ വലിയ കാര്യം ചെയ്ത പോലെ. ഓർഡർ ചെയ്യൂല, ചേട്ടീന്ന് ചോദിക്കാം, അമ്മേ ഒരു നല്ല ഡ്രസ്സ് വേണ്ട അമ്മേ ഒന്ന് ചെയ്തോട്ടെ അമ്മേ. പുള്ളിക്കാരത്തേക്ക് അതൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവോ. അപ്പോൾ നമ്മൾ പറയും ചെയ്യണമെങ്കിൽ പറയും മോനെ ചെയ്തോ, ഇല്ലെങ്കിൽ പറയും വേണ്ട, എന്നാലും കുഴപ്പമില്ല, എന്നാൽ പിന്നെ മതി അമ്മ. അത്രേ ഉള്ളൂ. പഞ്ചമാവെന്ന് വെച്ചാൽ എന്താ അതിന് പറയണേന്ന് എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ കൊണ്ടുപോകുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ പോകുമെന്ന് അറിയില്ലെങ്കിൽ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ പുന്നാരിപ്പിക്കണം ഭയങ്കര ഇഷ്ടം. കുഞ്ഞിനെ പുന്നാരിപ്പിക്കുമ്പോൾ പറയും കുഞ്ഞിനെ പുന്നാരിപ്പിക്കണം. ഇത്രയും 19 വയസ്സായെന്ന് ഇപ്പോഴാണ് ഇത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അയ്യോ എൻ്റെ മോൾക്ക് 19 വയസ്സായെന്ന് എനിക്ക് തോന്നണേ. വന്ന് കെട്ടിപ്പിടിച്ച് വയറ്റത്തൊക്കെ കിടന്നിട്ട് എന്നെ ഞാൻ കിടന്ന വയറല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുഞ്ഞു പിള്ളേരുടെ പോലെയാണ് പാവം. വീട്ടിൽ വരാൻ നേരത്ത് കൂട്ടുകാരായാലും എല്ലാവരുടെയും കാര്യങ്ങൾ വന്ന് പറയും. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കൂടി പിടിക്കണ പിള്ളേരായാലും അവൾക്ക് എന്ത് തോന്നണം എല്ലാം വന്ന് പറയും. വീട്ടിൽ വന്നത് അനിയനോട് പറയും, അമ്മ ഇങ്ങനെയാണമ്മ, അവൻ ഇങ്ങനെ പറഞ്ഞമ്മ, അല്ലെങ്കിൽ ആ കൊച്ചിങ്ങനെ പറഞ്ഞമ്മ. എല്ലാ കൂട്ടുകാരെയും വന്ന് പറയും. അവിടെ കോളേജിൽ ഒന്നും ഞങ്ങളോട് പറയാത്തതില്ല. എല്ലാം പറയും. എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടൊക്കെ കാണിച്ചാൽ അതൊക്കെ വന്ന് പറയും, അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഇങ്ങനെ പറയും, അമ്മ ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഇപ്പം 8 മണിക്ക് അനിയനും കൂട്ടുകാരന്മാരും ഇതുങ്ങളൊക്കെ ചായയൊക്കെ കുടിക്കാൻ എന്നോട് ചോദിക്കുക. 8-8:30 ആകുമ്പോൾ ചോദിക്കുമ്പോൾ ഞാനങ്ങനെ കൊച്ചുങ്ങളങ്ങനെ റെസ്റ്റിങ്ഷൻ അങ്ങനെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. അതുങ്ങൾ പോയി വന്നു കഴിയുമ്പോൾ പറയും, എനിക്കായതുകൊണ്ട് എൻ്റെ അമ്മ ആയതുകൊണ്ട് എന്നെ വിടും. അങ്ങനെയൊക്കെ കൊച്ചി എവിടെ വേണമെങ്കിലും വിടാം, ഏത് പാതിരാത്രിക്ക് വിടാം, കൊച്ചി തിരിച്ച് വരുന്ന ഉറപ്പുണ്ട്. പക്ഷേ ഇയാളിങ്ങനെ ചെയ്യും. കൊച്ചിൻ്റെ തെറ്റുള്ളതെന്ന് എനിക്ക് 100% അന്ന് തന്നെ എനിക്കറിയാമായിരുന്നു, ആരും പറയാതെ തന്നെ. കാരണം എന്ന് വെച്ചാൽ കൊച്ചി അതുപോലെ കെയർ ചെയ്തിട്ട് നടക്കണേ. ഒരു തൈറോയ്ഡ് ചെറുതായിട്ടുണ്ടായിരുന്നു ആൾക്ക്. അത് വന്നിട്ട് പോലും അത് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കും. നമുക്ക് പറയണ്ട അതെല്ലാം. അതായത് യോഗയൊക്കെ കറക്റ്റായിട്ട് എല്ലാ ദിവസവും രാവിലെ ഇവിടെ വരുമ്പോൾ യോഗയൊക്കെ അമ്മ എന്നിട്ട് എന്നെ വിളിക്കാം, അമ്മ യോഗ ചെയ്യമ്മ എല്ലാ കാര്യങ്ങളും. അവൾക്ക് എന്താ പറയുക, അവൾക്കിങ്ങനെ ഇത് കഴിയുമ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജോലി ആവണം. അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതുമല്ല കൊച്ചി കുറേ നന്മ ചെയ്താനെ. ഈ ഒരു ഡോക്ടർ ചെയ്യുന്നേക്കാളും കുറേ നന്മ കൊച്ചി ഉണ്ടായിരുന്നെങ്കിൽ കുറേ നന്മകളും. ഇയാൾ ചിലപ്പോൾ ഡോക്ടറാവാൻ പഠിക്കണത് ആളുടെ അപ്പൻ്റെ പൈസ കൊണ്ടായിരിക്കും. പക്ഷെ എൻ്റെ മോള് പഠിച്ചത് അവൾ സ്വന്തമായിട്ട് അധ്വാനിച്ചൊക്കെ എൻ്റെ മോള് പഠിച്ചത്. ഇയാളെ പോലെയുള്ള ആൾക്കാരൊക്കെ ഡോക്ടറായിട്ടൊക്കെ ഇനിയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേരുടെ ജീവിതം ഒരിക്കും കളയാൻ പോണത്. ഇയാളെ വിശ്വസിച്ചൊക്കെ എങ്ങനെ ഡോക്ടർമാരുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മോളായിരുന്നെങ്കിൽ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോള് ഒരു നല്ല ജോലി കിട്ടിയിരുന്നെങ്കിൽ അവൾ എന്തോരം പേരെ സഹായിക്കുമായിരുന്നു. അങ്ങനെ ഒരു മനസ്സുള്ള കൊച്ച. കൂട്ടുകാരൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരനെ കൊണ്ടുവരോട്ടെ വെക്കേഷന്. ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് നിർത്താനും കൂടെ നടക്കാനും നാട് കാണിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൊച്ച. പഞ്ചപാവം.
എൻ്റെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ അതിൽ ഭയങ്കര ഇഷ്ടം. കോളേജിലാണ് മറ്റേ എന്തെന്നാ അന്ന് കൂപ്പൺ വിൽക്കണം എന്ന് പറഞ്ഞില്ലേ, ഒരു സൺഡേന് ഇവിടെ വന്നത്, അന്ന് കൊച്ചി വന്നത്. കൊച്ചി രാവിലെ വന്നിട്ട് ഉച്ചയ്ക്ക് ചോറ് പോലും കഴിച്ചിട്ടില്ല, ഭയങ്കര വെയിലാണ്. ആ വെയിലത്ത് എല്ലായിടത്തും ഇവിടങ്ങളെല്ലാം പോയിട്ട് കൂപ്പൺ എടുപ്പിച്ച് അമ്മ എനിക്കിത് തീർക്കണം അമ്മേ, കോളേജിൻ്റെ ഫണ്ടിലേക്ക്, കോളേജിൻ്റെ ഇതിലേക്കാണമ്മേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരെയൊക്കെ ഞാൻ പോലും അവർ വിളിക്കണേണ്, എടി കോളേജിലേക്ക് കൂപ്പൺ എടുക്കുമെന്നും പറഞ്ഞ് നിൻ്റെ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ അറിയണത്. അങ്ങനെയൊക്കെ ഉള്ള കൊച്ചാ, പാവം കൊച്ചാന്ന് വെച്ചാലല്ലേ അതിനെപ്പറ്റി പറയണേ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. അത്ര മഞ്ച് പാവം കൊച്ചായിരുന്നു. ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് 3-4 ദിവസം ഒഴുക്കിയ കണ്ണീരുണ്ടല്ലോ, അത് ഞങ്ങൾക്കേ അറിയാൻ പാടുള്ളൂ. എങ്ങനെ അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണ്ടായിരുന്നില്ല. കൊച്ചി ഞങ്ങൾക്ക് കുറച്ച് ഡോക്ടർ കൈ അനക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. കൈയൊക്കെ അനക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ജീവൻ കിട്ടും കുഞ്ഞൻ്റെ കൈ അനക്കി എന്ന് പറയുമ്പോൾ കുഞ്ഞൻ ചിരിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിച്ച അമ്മയെ നമ്മുടെ ലിയാമോള് തിരിച്ച് വരും അമ്മേ, ചായ കുടിക്കമ്മേ എന്നും പറഞ്ഞ് ചായ ഇങ്ങനെ വെച്ചെന്ന്, എന്തോ ബിസ്ക്കറ്റ് എന്താണ്ടൊക്കെ എനിക്ക് വെച്ചെന്ന്. അവൻ്റെ ചിരി കണ്ടപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ദൈവമേ കുഞ്ഞൻ്റെ ചിരി കണ്ട കുഞ്ഞിന് ഓടി വന്ന വരവ് എനിക്ക് മറക്കാൻ പറ്റൂല. എൻ്റെ ചേച്ചി വരുമോ എന്നും പറഞ്ഞ് കൊച്ചി പാവം അവൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മ ഇനി അമ്മ ചായ കുടിക്കുമ്പോൾ ചേച്ചിയുടെ 2 കൈയും പൊങ്ങി അമ്മയെന്നും പറഞ്ഞിട്ട് പാവോട്ട. കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും കിട്ടുമെന്ന് വിചാരിച്ചത് ഞങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് പിറ്റേന്ന് ഡോക്ടർ പറഞ്ഞത് ഇതാണ് എനിക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞത്. കൊച്ചി എന്തായാലും നന്ദിയുണ്ട്, എല്ലാവരോടും നന്ദിയുണ്ട്, മാധ്യമപ്രവർത്തകരോടും എല്ലാവരോടും നന്ദി. മോർണിംഗ് സ്റ്റാറിലെ കുട്ടികളോടും സിസ്റ്റേഴ്സിനോടും പിന്നെ ഞങ്ങളുടെ ഒപ്പം നിന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വീട്ടുകാരോടും ഞങ്ങളുടെ ഇടവകയില്ല അച്ഛനോടും ഒരുപാട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും നന്ദി. ആരോടെങ്കിലും നന്ദി പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടും നന്ദി, എല്ലാവരോടും നന്ദി. ഇനി അയാൾക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, അത് മാത്രമേ ഉള്ളൂ. 7 വർഷം അതൊന്നും അല്ല എന്ന് എനിക്കറിയാം ഞങ്ങളുടെ മോള്. പക്ഷേ 7 വർഷമെങ്കിലും കിട്ടണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും കൂടി അതുകൂടി ഞങ്ങൾക്കൊന്ന് സാധിച്ചു തരണേ.